ബാങ്കിൽ ഇനി പണമിടണ്ട. വളരുന്ന ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് മേഖലയിൽ പണം നിക്ഷേപിക്കാൻ പുതിയ അവസരം വന്നിരിക്കുകയാണ്. നിക്ഷേപിക്കുന്ന പണം നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, 100% ഉറപ്പോടെ ഇന്ത്യക്കൊപ്പം വളരാനുള്ള അവസരമാണ് PNB മെറ്റ്ലൈഫ് ഒരുക്കുന്നത്. PNB എന്നാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലേ? അപ്പോൾ ഇത് ബാങ്ക് നിക്ഷേപമല്ലേ എന്ന് കരുതരുത്. PNB മെറ്റ്ലൈഫ് ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതീവ വേഗതയിൽ കുതിക്കുന്ന ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് മേഖലയിലെ വളർച്ചാ സാധ്യത മനസ്സിലാക്കി നിക്ഷേപിക്കാനുള്ള അവസരമാണിത്. എത്ര വേണമെങ്കിലും ഇവിടെ നിക്ഷേപിക്കാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിമിത കാലത്തേക്ക് മാത്രമുള്ളതാണ് ഈ അവസരം എന്നതാണ്. അതായത് ഈ മാസം 15 വരെ മാത്രമാണ് ഈ NFOയിൽ നിക്ഷേപിക്കാൻ കഴിയുക. ഈ ഫണ്ടിനെ കുറിച്ച് വിശദമായി തന്നെ പറയാം. കുറഞ്ഞ റിട്ടേണിന് പണം നിക്ഷേപിക്കുന്ന കാലം കഴിഞ്ഞു. ഇന്ന് നല്ല റിട്ടേൺ നൽകാൻ കഴിയുന്ന നിരവധി നിക്ഷേപ അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുടെ മേഖലയാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ ഈ വ്യവസായ മേഖലയിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ അതിൽ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലും ഫോണിലോ ലാപ്പിലോ ആയിരിക്കും. ഇതൊക്കെ മാനുഫാക്ചേർഡ് അല്ലേ? നിങ്ങൾ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാം മാനുഫാക്ചേർഡ് ആണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര മാനുഫാക്ചേർഡ് ഐറ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലും. നമ്മുടെ പണം ഈ മേഖലയിലേക്ക് ആക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമായത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് മാനുഫാക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപ അവസരത്തെ കുറിച്ച് പറയുന്നത്. ഇതിന്റെ പേരാണ് PNB മെറ്റ്ലൈഫ് ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട്. ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ വർഷങ്ങളുടെ വിശ്വാസ്യത നേടിയെടുത്ത PNB മെറ്റ്ലൈഫ് തന്നെയാണ് പുതിയ നിക്ഷേപം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് തെരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് എന്നുകൂടി ഞാൻ പറയാം. അതിനുള്ള പ്രധാന കാരണം ഇത് നമ്മുടെ ഇന്ത്യയിലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഇരട്ടി വളർച്ചാ സാധ്യതയുള്ള വ്യാവസായിക മേഖലയാണ് മാനുഫാക്ചറിംഗ് മേഖല. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സാമ്പത്തിക ശക്തിയായി വളരാനുള്ള ഇന്ത്യയുടെ കുതിപ്പിൽ വലിയ പങ്ക് വഹിക്കുന്ന മേഖല കൂടിയാണിത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യം വ്യക്തമാക്കാം. ഒരു iPhone നിർമ്മിക്കാൻ ജർമ്മനിയിൽ 1 ലക്ഷം രൂപയാണ് ആകെ ചിലവ് വരുന്നത് എന്നിരിക്കട്ടെ. എന്നാൽ ഇന്ത്യയിൽ ഇത് 15,000 രൂപയിൽ നടക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ മേഖല തഴച്ചു വളരുന്നു എന്ന്? അതുകൊണ്ടാണ് ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നതിന്റെ ഭാവി സാധ്യതകളെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനീസായ ബജാജ്, മാരുതി, റിലയൻസ്, ബാറ്റ, വോൾട്ടാസ് എന്നീ കമ്പനികളിൽ നിക്ഷേപണം നടത്തുകയെന്നാൽ സാധാരണക്കാരന് സ്വപ്നം കാണാൻ കൂടി കഴിയില്ല. ഈ നിക്ഷേപത്തിന് അത്ര കണ്ട പണച്ചെലവുണ്ട്. അതേസമയം ഇന്ത്യയുടെ ടോപ്പ് മാനുഫാക്ചറിംഗ് ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധാരണക്കാരനും അവസരമൊരുക്കുന്നതാണ് ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട്. ഇതിന്റെ AUM എന്ന് പറയുന്നത് 50,000 കോടിയാണ്. ഇതിൽ നിന്ന് തന്നെ വിശ്വാസ്യത നമുക്ക് മനസ്സിലാക്കാമല്ലോ. നിഫ്റ്റി മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ശരാശരി 29.8% റിട്ടേൺ ആണ് ഉണ്ടാക്കിയത്. ബാങ്കിലാണെങ്കിൽ ഇത് വെറും 6 മുതൽ 7% മാത്രമാണെന്ന് ഓർക്കണം. ഇത് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, NRIസിനും ഇവിടെ നിക്ഷേപിക്കാൻ കഴിയും. അത് ഗ്രോയിങ് മാർക്കറ്റായ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. മാസം 18,000 രൂപ നീക്കി വെക്കുകയാണെങ്കിൽ 3 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യത വരെ ഇവിടെയുണ്ട്. 2018 വന്ന മിഡ് ക്യാപ്പ് ഫണ്ട് ലോഞ്ച് ചെയ്തപ്പോൾ അത് മാർക്കറ്റിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. 5 വർഷം കൊണ്ട് ശരാശരി 32.8% റിട്ടേൺ ആണ് നേടിയത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 7.3% അധിക ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ചുരുക്കം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയരാനിരിക്കുന്ന ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് മേഖലയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ മാസം 15 വരെ മാത്രമാണ് ഈ നിക്ഷേപ അവസരം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുമെന്ന് തന്നെ കരുതട്ടെ. നിക്ഷേപകരാകാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം.